ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അപ്രന്റീസ്ഷിപ്പിന് വിജ്ഞാപനമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് കാരണം നിർത്തിവെച്ചിരുന്ന അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം KSEBയിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഗ്രാജുവേറ്റ്, ടെക്നീഷ്യൻ വിഭാഗങ്ങളിലായിട്ട് 142 വീതം അപ്രന്റീസുമാരെയാണ് പ്രതിമാസ സ്റ്റൈഫൻഡ് നൽകി നിയമിക്കുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രന്റീസ് 142 വേക്കൻസിയും അതുപോലെ ടെക്നീഷ്യൻ 142 വേക്കൻസിയും, അങ്ങനെ ആകെ മൊത്തം 284 അപ്രന്റീസിനെയാണ് നിയമിക്കുന്നത്. ഗ്രാജുവേറ്റ് അപ്രന്റീസിന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. നമ്പർ ഓഫ് ട്രെയിനിങ് പ്ലേസസ് 142. മന്ത്ലി സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 9000 rupees ആണ്. ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ 1 year ആണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് 71 ഇലക്ട്രിക്കൽ ഡിവിഷൻസ് ഓഫ് KSEB ലിമിറ്റഡ് സ്പ്രെഡ് അക്രോസ് 14 districts ഓഫ് കേരള. അപ്പോൾ ഇന്ത്യൻ സർവകലാശാലയിൽ നിന്നും 60% മാർക്കിൽ കുറയാതെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നേടിയ BTech അല്ലെങ്കിൽ സ്റ്റേറ്റ് ടെക്നിക്കൽ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നൽകിയ ത്രിവത്സര ഡിപ്ലോമ 2019, 20, 21 വർഷങ്ങളിൽ ബിരുദം, ഡിപ്ലോമ നേടിയവർക്കാണ് ഈ അവസരമുള്ളത്. 2019, 20, 21 വർഷങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയവർക്കാണ് അവസരം. അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1973 പ്രകാരമുള്ള അപ്രന്റീസ്ഷിപ്പ് നേരത്തെ ചെയ്തവരോ ഇപ്പോൾ ചെയ്യുന്നവരോ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അർഹരല്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 9000 rupees ആണ്. ഡിപ്ലോമ അപ്രന്റീസിനാണെങ്കിൽ അത് 8000 rupees ആയിരിക്കും. അതായത് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസിന് 8000 rupees-ഉം അതുപോലെ ഗ്രാജുവേറ്റ് അപ്രന്റീസിന് 9000 rupees-ഉം ആയിരിക്കും. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഉയർന്ന പ്രായപരിധി അപ്രന്റീസ്ഷിപ്പ് ചട്ടങ്ങൾക്ക് അനുസൃതമാണ്. അതുപോലെ റിസർവേഷൻ SC, ST, OBC, ഭിന്നശേഷി വിഭാഗക്കാർക്ക് അപ്രന്റീസസ് ആക്ട് പ്രകാരമുള്ള സംവരണം ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പൊ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 days നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് January 19th അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് മുൻപ് KSEBയിൽ ഒന്നും അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ, ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് സോ ഫാർ എൻറോൾഡ് ഇൻ ദ നാഷണൽ വെബ് പോർട്ടൽ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ www.mhrd.nats.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ എൻറോൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു എൻറോൾമെന്റ് നമ്പർ കിട്ടുന്നതാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ട് പ്ലീസ് വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 1 day ഫോർ എൻറോൾമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ. ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻറോൾമെന്റ് വെരിഫിക്കേഷനും അപ്രൂവലിനും വേണ്ടിയിട്ട്. ശേഷമാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ എൻറോൾമെന്റ് നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. എസ്റ്റാബ്ലിഷ്മെന്റ് റിക്വസ്റ്റ് മെനു എന്ന് പറയുന്ന ഒരു മെനു നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫൈൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, പിന്നെ നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക. എസ്റ്റാബ്ലിഷ്മെന്റ് നെയിം ചൂസ് ചെയ്യുക. ടൈപ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പട്ടം
ആൻഡ് സെർച്ച്, അതായത് നിങ്ങൾ അവിടെ സെർച്ച് ബട്ടന്റെ അവിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പട്ടം എന്ന് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, എന്നിട്ട് ഒരു അപ്ലൈയും കൂടെ കൊടുക്കുക. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാനുള്ളത്. ഇനി ഓൾറെഡി നാഷണൽ വെബ് പോർട്ടലിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യാനുള്ളത് ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് മാത്രമാണ്. നിങ്ങളുടെ കയ്യിലുള്ള എൻറോൾമെന്റ് ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെന്റ് റിക്വസ്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ഫൈൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക, എസ്റ്റാബ്ലിഷ്മെന്റ് നെയിം ചൂസ് ചെയ്യുക, സെർച്ചിന്റെ അവിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പട്ടം എന്നുള്ളത് സെർച്ച് ചെയ്യുക, അപ്ലൈ ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഉള്ള ആൾക്കാർ, എൻറോൾമെന്റ് ID ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ നാഷണൽ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് mhrd.nats.gov.in സന്ദർശിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനുള്ള തീയതികൾ പറയാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 27/1/2022 മുതലാണ്. അതായത് ജനുവരി മാസം 27 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ എൻറോളിംഗ് ഇൻ നാറ്റ്സ് പോർട്ടൽ, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ എൻറോൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/2/2022 ഫെബ്രുവരി മാസം 7 KSEBയിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് KSEB പട്ടം ലിമിറ്റഡ് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 14/2/2022. ഷോർട്ട് ലിസ്റ്റഡ് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് 21/2/2022 പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് 24/2/2022 മുതൽ. അതായത് അടുത്ത മാസം തന്നെ എല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യുക. എന്തായാലും പഠിത്തത്തിനോടൊപ്പം ജോലിയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്യുക അപ്രന്റീസ്ഷിപ്പിന്. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ മറക്കണ്ട. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും, ഡിപ്ലോമ അപ്രന്റീസ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 142 വീതമാണ് അപ്രന്റീസിന്റെ വേക്കൻസി. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവരം യോഗ്യതയുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്